അപ്പോൾ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ എറണാകുളത്തിന് പോവുകയാണ്. രാജധാനി എക്സ്പ്രസ്സിനാണ് കയറാൻ പോണത്. 2:30 ആ സമയം പറഞ്ഞേക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മൾ പോകുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ ട്രെയിനിലാണ് പോകുന്നത്. ഫസ്റ്റ് ടൈം ഏട്ടാ ഞങ്ങൾ നാളെ വണ്ടർലയിലെത്തും. അങ്ങോട്ടേക്ക് നോക്കിയാ ഒരു പട്ടി കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. അതെ, ഒരു പട്ടി അവിടെ കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. അത് പക്ഷെ പാവാന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം വാർത്തയിലൊക്കെ കണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ വന്ന ഒരുപാട് പേര് ഇതുപോലെ തെരുവ് നായ്ക്കൾ കടിച്ചു എന്നൊക്കെ കണ്ടായിരുന്നു. ഇത് പക്ഷെ പാവ കേട്ടോ, ഒരെണ്ണത്തിനെ കാണുന്നുള്ളൂ. ഈ സ്റ്റേഷൻ ദിവ്യാംഗജൻ സൗഹൃദം എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്താന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം കേട്ടോ. ഓടണ്ടേ ഇതാ ഇപ്പൊ ഞങ്ങൾ എസ്കലേറ്ററിലാ. എന്താ ചേട്ടാ? 10 അറിയത്തില്ല, 5 അറിയത്തില്ല. എന്നിട്ടായിരുന്നു ആ നിലത്തിരുന്ന് കരയുന്നത്. എന്നിട്ട് നിലത്തിരുന്ന് കരഞ്ഞു. അപ്പൊ ഇല്ലേ യുവാക്കുട്ടി കൊച്ചിന്റെ ഹാഫ് കൊടുത്തു. ഇപ്പൊ കൊച്ചു വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ആട്ടി എന്റെ വായിക്കാത്തേക്ക് വെച്ചത്. അപ്പൊ ലാഭമല്ലേ ഏതോ കിട്ടില്ല. നമ്മളുടെ ട്രെയിൻ രാജധാനി എക്സ്പ്രസ് ആണ്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 3 വെയിറ്റ് ചെയ്യുന്നു. 9 ആണ് നമ്മുടെ കോച്ച്. അതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ. 9 എത്തി, ഇവിടെ നിൽക്കുന്നു. ഏതാനും നിമിഷം കൊണ്ട് വരുന്നതാണ് അറിയിപ്പ് കേട്ടത്. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ടേ. ഇതാണ് നമ്മുടെ രാജധാനി എക്സ്പ്രസ് വരുന്നു. നമ്മൾ എറണാകുളത്ത് എത്തിച്ചേർന്നു. ഇത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏകദേശം ഒരു 5 മണിക്കൂർ നേരത്തെ യാത്രയായിരുന്നു. വലിയ ക്ഷീണവും മടുപ്പൊന്നും തോന്നിയില്ല. കറക്റ്റ് 7:30 ആകുന്നതിന് മുന്നേ നമ്മളിവിടെ എത്തി. അവിടുന്ന് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ട്രെയിൻ വന്നത്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ കൃത്യസമയത്ത് എത്തി. 7:20, 25 ആയപ്പോൾ തന്നെ ഇവിടെ എത്തി. നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്, നമ്മുടെ ഹോട്ടലിലേക്ക്. പോകാം പുറത്തേക്ക്. നടക്ക് മക്കളെ. നമ്മൾ വന്ന ട്രെയിൻ ഇതാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റേഷനിൽ നിർത്തിയിട്ട് വണ്ടി എടുത്തു കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ വേണമായിരുന്നു അല്ലേ, ഈ ട്രെയിനിന്റെ അകത്ത് ഈ സ്റ്റോപ്പ് കാണിക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നല്ലതല്ലായിരുന്നോ അല്ലേ? മെട്രോയിലൊക്കെ കാണിക്കുന്ന പോലെ ഇത് ഏത് സ്റ്റോപ്പിലെത്തി എന്നുള്ളത് അറിയാൻ വേണ്ടി ഇത് നമ്മൾ എല്ലാവരോടും ചോദിച്ച് ഒക്കെ വേണം ഇറങ്ങണേല്. അപ്പം അതും കൂടെ കാണിക്കുന്നുണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. 1 2 3 അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ദ റീച്ച് ഹോട്ടൽ, ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അവിടുന്ന് ഇറങ്ങിയിട്ട് ട്രെയിനിൻ്റെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ഓട്ടോ കിട്ടുന്നേ ഇല്ല. കാരണം ചോദിക്കുന്നവരൊക്കെ ഇത് അടുത്ത സ്റ്റോപ്പ് ആയതുകൊണ്ട് ഓട്ടോ വരാൻ തയ്യാറല്ല. ലാസ്റ്റ് ഒരാൾ വന്നു, അയാൾ പാവമായിരുന്നു. അയാൾ പറഞ്ഞു ഞാൻ വരാം, എനിക്കറിയാം വഴി എന്ന് പറഞ്ഞ് വേഗം നമ്മളെ കയറ്റി ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് 50 രൂപ ആയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കയറാൻ വേണ്ടി പോവുക. ഡെസ്റ്റിനേഷൻ ഇൻ കംഫർട്ട് അല്ലേ? നമുക്ക് നോക്കാം, അകത്ത് കയറി നോക്കാം. പേര് മീൻ ചെയ്യുന്ന പോലെ തന്നെയാണോ? റീച്ച് ഹോട്ടലിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ കയറാൻ പോകുന്ന അകത്തേക്ക്. വരൂ ഏതു വാ കയറാം. ഇതാണ് നമ്മുടെ റീച്ച് ഹോട്ടലിലെ റൂം. വാ. ഒരു ബെഡും ഒരു എക്സ്ട്രാ ബെഡും ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ടേബിളും ഒരു കബോർഡ് അതിൻ്റെ അറ്റത്ത്. നല്ലൊരു വിൻഡോ ഉണ്ട്, 2 വിൻഡോ ഉണ്ട്. പുറത്തും ഒരു TV ഉണ്ട്. ചെറിയ റൂം, പക്ഷേ കുഴപ്പമില്ല അല്ലേ? ഒരു വാഷ്റൂം. ഇപ്പം നമ്മൾ വന്ന് കയറിയതേ ഉള്ളൂ. ഇനി എല്ലാവരും കുറച്ച് മടുത്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഓൾറെഡി ഇഷ്ടപ്പെട്ടെന്ന് ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങണം ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടെ അടുത്ത് തന്നെയുണ്ട് MG റോഡിലേക്ക് കയറിയാൽ ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ വണ്ടർലയിൽ പോകാനാണ് ഇരിക്കുന്നത്. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഗുഡ് നൈറ്റ്.